അനിൽ ജോർജ് ഉണ്ട്. അനിൽ, മലയാള സാമൂഹ്യ വിജ്ഞാനത്തിന്റെ ഒരു മഹാസാഗരം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. എപ്പോഴായിരുന്നു അന്ത്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, കഴിഞ്ഞ 25-ാം തീയതി മുതലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം വലിയ തോതിൽ ആശങ്കാജനകം എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ശ്വസിക്കുന്നുണ്ടായിരുന്നു എന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം ഉണ്ടായിരുന്നത്. പക്ഷേ അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ശാരീരിക അവശതകൾ പോലും മറന്ന കൊച്ചിയുടെ സാംസ്കാരിക ആഘോഷങ്ങളിലെല്ലാം അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. ഏറ്റവും അവസാനം രാമായണ മാസാചരണം അടക്കമുള്ള കാര്യങ്ങളിൽ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമെല്ലാം വളരെ സജീവമായ സാന്നിധ്യമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലായിരുന്നു അദ്ദേഹം ജനിച്ചതെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം ഒരു എറണാകുളംകാരനായി മാറുകയായിരുന്നു. എറണാകുളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒപ്പം എറണാകുളത്ത് നിന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയും ചെയ്തു. എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. ഒപ്പം മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വവും കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ എറണാകുളത്തിന്റെ ഒപ്പം തന്നെ കേരളത്തിന്റെ ഒക്കെ ഒരു മനസാക്ഷി ആയി വിവിധ വിഷയങ്ങളിൽ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് പല നിർണായകമായ തീരുമാനങ്ങളിലേക്കും കേരളത്തെ നയിക്കാൻ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഒരു സാംസ്കാരിക നായകനെ കൂടിയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. പ്രായാധിക്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു എന്നതാണ്. അവസാനമായി അദ്ദേഹം പരിക്കേറ്റ് ഒപ്പം തന്നെ ന്യൂമോണിയ ബാധിതനും കൂടിയായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ പോലും കേരളത്തിലെ വിവിധ സംഘടനകളുടെ പരിപാടിയിൽ കൊച്ചി വിട്ടുപോകാൻ അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളും അവശതകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചി വിവിധ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. നിർണായകമായ കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം കൃത്യമായ നിലയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. തന്റെ അഭിപ്രായം ആ അഭിപ്രായത്തിൽ അടിയുറച്ചു നിൽക്കാനും ആ അഭിപ്രായം പരസ്യമായി പ്രഖ്യാപിക്കാനും അദ്ദേഹം എക്കാലത്തും മുന്നോട്ട് തന്നെ നിന്നിരുന്നു. ഒപ്പം വലിയ ഒരു ശിക്ഷ സമ്പത്തുണ്ടായിരുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ. ഒപ്പം തന്നെ അദ്ദേഹം ഞാനൊന്ന് ഇടപെടുകയാണ് ഇപ്പോൾ.